റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സുപ്രധാന ചർച്ചയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും. 20 ദിന സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ടെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളുടെയും പ്രതികരണം. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ട്രംപ് ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി. ഫലപ്രദമായ ചർച്ചയാണ് നടന്നതെന്ന് റഷ്യ പ്രതികരിച്ചു. ആന്റണി ജിസ് ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, കഴിഞ്ഞ ദിവസം പോലും റഷ്യ കടുത്ത രീതിയിൽ കീവിൽ ആക്രമണം നടത്തി. ഈ ചർച്ചയൊക്കെ എത്രത്തോളം ഉണ്ടാകും, അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം വിജയകരമാണെന്നുള്ളതാണ് ഇപ്പോൾ പ്രതികരണം, അല്ലെങ്കിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പ്രതികരണം. പക്ഷേ റഷ്യ ആക്രമണം അവസാനിപ്പിക്കുമോ എന്നുള്ളത് റഷ്യയോട് തന്നെ ചോദിക്കണം. എന്താണ് ഇപ്പോൾ നിലവിലെ ലഭിച്ച വിവരങ്ങൾ ചർച്ചയുടെ? തീർച്ചയായും വലിയൊരു പുരോഗതി തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ ലോകത്തെ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒന്നാണ് യുക്രൈൻ റഷ്യ യുദ്ധം എന്ന് പറയുന്നത്. ഇങ്ങനെ അനന്തമായി നീളുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഫ്ലോറിഡയിൽ വെച്ചാണ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള ആ നിർണായക കൂടിക്കാഴ്ച നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയിലായിരുന്നു ചർച്ച നടന്നത്. ഏതായാലും ആ ചർച്ച പോസിറ്റീവാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇരു നേതാക്കളുടെയും പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ വൈകാതെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അത് പറയുകയും ചെയ്തു. വലിയ താമസമില്ലാതെ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും, റഷ്യ യുക്രൈൻ സമാധാനത്തിലേക്ക് ഉടൻ എത്തും എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 20 ദിന കരാറിൽ ഏതാണ്ട് 95% പുരോഗതി കൈവരിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ചില വിഷയങ്ങളിൽ ഇപ്പോഴും സങ്കീർണത തുടരുകയാണ്. അത് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ഡോൺബാസിൽ ഒരു വ്യാപാര മേഖല ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തർക്കമായി നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ തീരുമാനം വരേണ്ടതുണ്ട്. അതുകൂടി അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ സമാധാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും ഈ ട്രംപ് ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതിൽ ചർച്ച ഫലപ്രദമായിരുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ റഷ്യ ട്രംപിൻ്റെ ഈ സംസാരത്തിന് ശേഷം പറഞ്ഞത്. മാത്രമല്ല ഈ ട്രംപ് മറ്റ് ലോക നേതാക്കളുമായും ഇതിന് ഫോണിൽ സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഫ്രഞ്ച് പ്രസിഡന്റും അടക്കമുള്ളവരുമായും ഫോണിൽ സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ച ശേഷമാണ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്. ഏതായാലും സെലൻസ്കിയും കൂടിക്കാഴ്ചയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. 90% തീരുമാനമായി എന്നുള്ളതാണ് സെലൻസ്കി പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതിൽ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം എന്നുള്ളതാണ് യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. അപ്പോൾ അക്കാര്യങ്ങളിൽ ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഉറപ്പായി കഴിഞ്ഞാൽ സമാധാനത്തിലേക്ക് നീങ്ങാൻ തയ്യാറാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ യുക്രൈനും ഉള്ളത്. ഏതായാലും സമാധാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ തർക്കങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സമവായത്തിലേക്ക് എത്താൻ ഇതിരിക്കുന്ന വിഷയങ്ങളിൽ 20 ദിന കരാറിൽ സമവായത്തിലേക്ക് എത്താതിരിക്കുന്ന കാര്യങ്ങളിൽ എത്രയും വേഗം അതിനൊരു സമവായം എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിലും ലോക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ട്രംപ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇരു നേതാക്കളും പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഒരു നിർണായകമായ ഒരു നീക്കം തന്നെയാണ്. ഇത്രയും പുരോഗതി ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി കഴിയും. ഏതായാലും ഈ 20 ദിന കരാറിൽ വലിയ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ആന്റണി, റഷ്യ യുക്രൈൻ സംഘർഷം യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവസാനിക്കാൻ ഒരുങ്ങുന്നു, അവസാനിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ചർച്ചയ്ക്കൊടുവിൽ ലഭിക്കുന്ന ഈ ഒരു വിവരമെന്നുള്ളത്. വളരെ മികച്ച പ്രതികരണമാണ്, അല്ലെങ്കിൽ പുരോഗതിയുണ്ട്, 20 ദിന സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇരു നേതാക്കളുടെയും പ്രതികരണമെന്നുള്ളത്. സമാധാനം പുലർത്താനായി, അല്ലെങ്കിൽ സമാധാനം പുലരാനായി ഡൊണാൾഡ് ട്രംപ് വഹിക്കുന്ന പങ്ക് എന്നുള്ളത് ചെറുതല്ല.
സമാധാന നോബൽ കിട്ടിയില്ലെങ്കിലും സമാധാനത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഫലപ്രദമായ ചർച്ചയാണ് നടന്നത് എന്നുള്ളതും കൂടിയാണ് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത്. ഇനി റഷ്യയുടെ നീക്കം എത്തരത്തിലായിരിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു.